ഇനി വരുന്ന ദിവസങ്ങളെല്ലാം കടലിൻ്റെ ദിവസമാണ്. പിന്നെ അവിടെ അവർക്ക് പണിക്കുവാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അത്ര റോഡേ ഉള്ളൂ. അത് മുറിഞ്ഞാൽ പിന്നെ അവിടെ പണിക്കുവാൻ പറ്റത്തില്ല. അത്തിപ്പട്ടി ഗ്രാമം പോലെയാണ് ഇതിപ്പോൾ അവസ്ഥ കഴിഞ്ഞത്. അതായത് അജിത്തിന്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് അത്തിപ്പട്ടി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കടലിൽ മുങ്ങിക്കളഞ്ഞ്. അതുപോലെയാണ് ഈ പൊടിയൂരിനെ ഇപ്പം ഗവൺമെന്റ് ആക്കാൻ പോണത്. ഈ പൊടിയൂരിനെ ഇപ്പൊ ഗവൺമെന്റ് ആക്കി വരുന്നത് അതാണ്. ഈ അത്തിപ്പട്ടി ഗ്രാമം പോലെ ഈ കടലെല്ലാം അത് മുങ്ങിപ്പോകും. അതേ അവസ്ഥയാണ് ഇപ്പൊ പൊടിയൂരിലെ. ആ അത്തിപ്പട്ടിയുടെ അവസ്ഥയാണ് ഇവിടെ. പൊഴിയൂർ എന്ന് പറയുന്ന തീരപ്രദേശം കേരളത്തിൻ്റെ ഏറ്റവും അതിർത്തി, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഇടമാണ്. പൊഴിയൂരിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിലുള്ള തീരശോഷണം വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഈ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം, അത് 1960കളുടെ അന്ത്യത്തിൽ 70കളുടെ ആദ്യം അത് പണിത ശേഷമാണ് ഈ വിഴിഞ്ഞം മുതൽ പൊഴിയൂരിൻ്റെ തൊട്ടിപ്പുറത്തുള്ള, ഇപ്പോൾ നെയ്യാറ് ചെന്ന് ചേരുന്ന സ്ഥലമുണ്ട് കടലിൽ പതിക്കുന്നത്, പൂവാറാണ്, പൂവാർ പൊഴിക്കര. അപ്പോൾ അവിടം വരെ, വിഴിഞ്ഞം മുതൽ പൂവാർ വരെയുള്ള തീരത്ത് മണൽ അടിഞ്ഞ് പുതിയ കൃത്രിമമായി തീരം വെക്കുന്ന ഒരു പ്രതിഭാസം 1970 മുതലുണ്ട്. പക്ഷേ 70-ൽ ഈ വിഴിഞ്ഞം വാണിജ്യ തുറമുഖം നിർമ്മിച്ച ശേഷം അവിടെ പുതുതായി മണൽ അടിയാൻ തുടങ്ങി. അപ്പോൾ കര ഇങ്ങനെ പുതിയ കര ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം അവിടെ ധാരാളം ആളുകൾ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ കൂടുതൽ ജനവാസം വളരെ പെട്ടെന്ന് കൂടുകയൊക്കെ ചെയ്യും. മത്സ്യബന്ധനവും വ്യാപകമായി. ഈ പ്രതിഭാസം നമ്മൾ പൂവാർ വരെ കാണാൻ സാധിക്കും. ഇത് ശാസ്ത്രീയമായി പഠന റിപ്പോർട്ടുകളിൽ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ തീരത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇക്കാര്യം വളരെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പുതിയ തീരമുണ്ടായ സ്ഥലങ്ങളിലൊന്നാണ് ഈ വിഴിഞ്ഞം മുതൽ പൂവാർ വരെയുള്ള ഭാഗം. പക്ഷേ പൂവാറിൻ്റെ തൊട്ട് തെക്കോട്ട് ഈ പൊഴിയൂർ, കൊല്ലങ്കോട്, അപ്പോൾ അതിനപ്പുറം തമിഴ്നാട്ടിലെ നീരോടി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതേസമയം തീരശോഷണം ഉണ്ടാകും, തീരം നഷ്ടപ്പെടാൻ തുടങ്ങി. അത് പക്ഷേ ഈ വിഴിഞ്ഞത്തിന് വടക്ക് പൂന്ത്ര പോലുള്ള സ്ഥലങ്ങളിൽ കണ്ട അത്ര തന്നെ ഗുരുതരമായ രീതിയിലുള്ള തീരശോഷണമല്ല, ചെറിയ തോതിലുള്ള തീരശോഷണം. അപ്പോൾ ഇപ്പോൾ തീരത്തിൻ്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടായി. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കുറവാണ് ഈ വർഷം. കഴിഞ്ഞ വർഷത്തിന് നോക്കുമ്പം 100% പോലെ ഈ വർഷം എല്ലാവർക്കും പട്ടിണിയാണ്. പട്ടിണി വെച്ചാൽ ഭയങ്കര ദുരിതമാണ്. മത്സ്യമില്ല കടലിൽ. അതെന്താണെന്ന് വെച്ച് നോക്കിയാൽ ഒരു പിടിയും കിട്ടുന്നില്ല. ആൾക്കാരെല്ലാം ചിന്തിച്ച് നോക്കി എന്താണ് മത്സ്യം കുറവുള്ളതെന്ന് പറഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികളെല്ലാം പരസ്പരം ചിന്തിച്ച് നോക്കിയാണ്, പരസ്പരം ചർച്ച ചെയ്ത് നോക്കിയാണ് എന്താണ് ഈ വർഷം മത്സ്യം കുറവാനുള്ള കാരണം. കാരണം പാവപ്പെട്ടവർക്ക് ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇപ്പം നോക്കിയാൽ ഈ മത്സ്യത്തൊഴിലാളിക്ക് ഇനി പണിക്ക് പോകാനുള്ള സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നോക്കാം, ഈ നേരത്തെ 3-4 വർഷത്തിന് മുമ്പ് ഈ തീരം 500 മീറ്റർ അങ്ങ് കിടന്നതാണ്. 500 മീറ്റർ ദൂരം ഈ തീരം കിടന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ ഈ റോഡ് ഈ ആഴ്ച തന്നെ ആ റോഡ് മുറിയും. ഇപ്പം ആൾക്കാർ പണിക്ക് പോകുന്നത് ഈ റോഡില്ലെങ്കിൽ ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ മത്സ്യത്തൊഴിലാളിയുടെ ഏറ്റമെല്ലാം ഇവിടെ തീരെ ഇല്ലാത്തതുകൊണ്ട് ആ സൈഡാണ് ഇരിക്കുന്നത്. ഈ റോഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഏറ്റമെല്ലാം ഈ റോഡ് വഴി കൊണ്ടുപോയിട്ടാണ് അവിടെ പോയി മത്സ്യം പിടിക്കാൻ പോണത്. ഇപ്പോൾ ഇതും കൂടെ പോയാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ തീരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തീരെ ബുദ്ധിമുട്ട്, പട്ടിണിയിലാവുന്ന ഏറ്റവും ഇത് പറയാനുള്ളത് ഏറ്റവും പട്ടിണി തന്നെ. ഇനി അങ്ങോട്ട് പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അന്നുള്ള ജീവിതത്തിനും കൂടെ പണിക്ക് പോകാത്ത രീതിയിലാണ് ഈ തീരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കുന്നത്. ഇവരിപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ ലൈറ്റ് പണിയാണ് ഏറ്റവും കൂടുതൽ മത്സ്യം കൊണ്ടുവരുന്ന സമ്പത്ത്. അല്ലാതെ ഇവർക്ക് നമുക്ക് ആട്ടോമേറ്റിക്കാൻ മത്സ്യം കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഈ തീരം പോകാനുള്ള സംഭവം വന്നിട്ട് നിങ്ങൾക്ക് അപ്പുറം ഒരു 1.5 കിലോമീറ്റർ അപ്പുറം പോയാൽ ഈ തമിഴ്നാടാണ്.
തമിഴ്നാട് അവർ തീരം സംരക്ഷിക്കാൻ വേണ്ടി അവർ പുളിമുട്ടുണ്ടാക്കി. അപ്പോൾ ഈ തെക്ക് ഭാഗത്ത് പുലിമുട്ടുണ്ടാക്കിയ പിന്നെ ഈ വടക്ക് ഭാഗത്ത് തീരം പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ ഇതായത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കുറച്ചൊരു 250 മീറ്ററെങ്കിലും തീരം ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട, നമ്മൾ എവിടെ പോയാണ് ജീവിക്കുന്നത്? ഈ മത്സ്യത്തൊഴിലാളി എവിടെ പോയി ഇനി ജീവിക്കും? നമുക്ക് ഇതേ ഉള്ളൂ മാർഗം, ജീവിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളിക്ക് ഇതേ ഉള്ളൂ മാർഗം. വേറെ ആർക്കും പുറത്ത് പോയി ഒരു പണിയെടുക്കാനുള്ള അറിയില്ല, അവർക്കറിയില്ല. അപ്പം കാലത്ത് ആ മത്സ്യം പിടിച്ച് വളർന്നവരാണ്, അവർക്ക് ഇതേ ഉള്ളൂ മാർഗം. ഈ ഓവി ഇതൊക്കെ വന്നതിന് ശേഷമാണ് മീൻ നശിച്ചുപോയി. ഇപ്പോൾ ഉള്ളത് കനവ് കൂടെ ഉണ്ട്, அதை പിടിച്ചിട്ടൊന്നാണ് പച്ചരി വെച്ചിട്ട് വാങ്ങിച്ചിട്ട് നാട്ടുകാരൊക്കെ കഴിഞ്ഞു കൊടുക്കുന്നത്. അത് ഇപ്പം അതും ഇല്ല. വളരെ ധീരതയിലായിപ്പോയി മത്സ്യത്തൊഴിലാളികളൊക്കെ. മത്സ്യം ഇല്ലാണ്ട് എത്ര മുട്ട കടവും കാവലും വാങ്ങിച്ച് ജീവിച്ച് തിന്നാനായിട്ട്. ഒന്നാമത് ഈ ഗവൺമെൻറ്റുകാരൊന്നും എത്തി നോക്കാൻ പറഞ്ഞിട്ട് അവർക്ക് 4 മാസമായി പെൻഷൻ പോലെ കൊടുക്കാതെ അവരൊക്കെ ധീരതയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല. എത്രയാണ് വിഷം തിന്നൊക്കെ ചാവും. അപ്പം നമുക്ക് എവിടെ പോയെങ്കിലും മത്സ്യമുള്ള സ്ഥലത്ത് പോയി മത്സ്യം പിടിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് എവിടെ പോയെങ്കിലും മത്സ്യം പിടിക്കും. പക്ഷേ ഈ തീരം ഉണ്ടെങ്കിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. തീരെ ഇല്ലാതെ അവരെങ്ങനെയാണ് പോയി മത്സ്യം പിടിക്കുന്നത്? ഇപ്പോൾ തീരെ ഇല്ലാത്തപ്പോൾ ഇതെല്ലാവരും വീട്ടിലൂടെ ഈ മുതിർന്നവരുടെ ഇത് വന്നിട്ട് പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ മീൻപിടുത്തം എന്ന് വെച്ചാൽ കമ്പോലയാണ്. നേരത്തെ ഒരു 5 വർഷത്തിന് മുമ്പ് 6 വർഷത്തിന് മുമ്പ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ വന്നിട്ട് കമ്പോലയാണ്. ആ കമ്പോല വലിക്കുന്ന പ്രദേശമാണ് ഇതെല്ലാം. ഇപ്പോൾ ഈ തീരം പോയതുകൊണ്ട് ആ കമ്പോല ഏറ്റവും നശിച്ചു പോയി. ഈ മുതിർന്നവർ ഏറ്റവും കൂടുതൽ ഈ ഉള്ളിലോട്ട് പോകത്തില്ല. ഈ കമ്പോല ഉണ്ടെങ്കിൽ അവർ കരയിൽ നിന്ന് വലിക്കുന്നതാണ് കമ്പോല. അപ്പോൾ ഇവർ ഉള്ളിലോട്ട് പോകാൻ പേടിയുള്ളവർ ഈ കമ്പോലയാണ് വലിച്ചെടുക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആ ജീവിതാന്തം ഇല്ല. അവരിപ്പം ഒരു മുറുക്ക വാങ്ങിക്കാൻ കാശില്ലാതെയാണ് ഇവിടെ കുത്തിയിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഈ പ്രായത്തിലാണെങ്കിൽ നമ്മൾ ഈ തിര കളഞ്ഞ് അങ്ങ് പോകും. ഇവിടെ ഹാർബറില്ല, തിര അടിച്ചാൽ നമ്മൾ കടന്നു പോകും മീൻ പിടിക്കാൻ വേണ്ടി. ഇവരൊക്കെ അങ്ങനെ പോകുന്നവരല്ല, വയസ്സായിപ്പോയി അവർ. ഈ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു പെർമിറ്റിനുള്ള സംഭവം ഉണ്ടായിരുന്നു. പെർമിറ്റ്, എഞ്ചിനെടുത്ത് പെർമിറ്റ്, അത് ഇപ്പോൾ ഇവിടെ ഇല്ല. തമിഴ്നാട് നോക്കിയാൽ ഒരു പെർമിറ്റിന് ഒരാൾ ഒരു മാസം വാങ്ങിക്കുന്നത് 10,000 രൂപ വാങ്ങിക്കും. ഇവിടെ എണ്ണയും ഇല്ല, പെർമിറ്റും ഇല്ല, പൈസയും ഇല്ല. ഈ ഇടവകയിൽ മാത്രം 2500 കുടുംബങ്ങളാണുള്ളത്. ഈ 2500 കുടുംബം പോയി ഇനി എവിടെ പോയി ജീവിക്കാനാണ്? ഈ ഗവൺമെൻറ് ഇതൊന്നും കണ്ണ് കാണുന്നില്ലേ? നമ്മളും ഇലക്ഷൻ, നമ്മൾ വോട്ട് പോട്ടല്ലേ അവർ സ്ഥാനാർത്ഥികളായത്. നമ്മുടെ സംരക്ഷിക്കാനുള്ളത് അവരുടെ ചുമതലയാണ്. ഈ തീരം പോയിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു ഹാർബർ വരണം, ഇവിടെ ഒരു പുലിമുട്ട് വരണമെന്ന് വെച്ചിട്ട്. ഈ തീരം പോയിട്ട് പിന്നെ ഇവർ എവിടെ കൊണ്ട് വയ്ക്കാൻ പോകണം? തീരം ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന കല്ല് അപ്പോൾ തമിഴ്നാട് അതിർത്തിയാണ്. ഈ അവരുടെ അതിർത്തി എല്ലാം ഫുള്ള് ഷേപ്പിയായിട്ട് ആക്കിയതിന് ശേഷമാണ് ആ പട്ടണ ഹാർബറും എല്ലാം വന്നതിന് ശേഷമാണ് നമുക്ക് ഇതെല്ലാം തീരെല്ലാം പോയത്. മത്സ്യത്തൊഴിലാളികൾക്ക് എവിടെ പോയാലാണ് ജീവിക്കാൻ പറ്റും. മത്സ്യം പിടിച്ച് ജീവിക്കുന്ന നമ്മൾ എവിടെ പോയാണ് ജീവിക്കേണ്ടത്? നമ്മളെ ഏതെങ്കിലും കാട്ടിലോ അവിടെ എവിടെ കൊണ്ടിട്ടതിന് ശേഷം നമ്മളിവിടെ പണിക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാനായിട്ട് പോകണമെങ്കിലും ജീവിക്കണമെങ്കിലും ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു ഹാർബർ കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഹാർബർ വന്നതിന് ശേഷം പോയ തീരങ്ങൾ മൊത്തം വരും. കഴിഞ്ഞ വർഷത്തെ കടലോടെയാണ് ഈ കല്ല് മൊത്തവും ചെരഞ്ഞിറങ്ങി. ഇപ്പം മൊത്തം ഇതാണ്. അവിടെ നിന്ന് ഒരു തിരയടിച്ച നേരെ ഡയറക്റ്റായിട്ട് വീട്ടിൽ തന്നെയാണ് വെള്ളം വന്ന് കയറുന്നത്. എത്ര കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാണും ആ സമയത്ത്? 200 വീടുകളും ഇതായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ വീടിനെയൊക്കെ മാറ്റിയാണ് ചെയ്തത്. ഗവൺമെന്റ് ചെയ്തത് ഈ 10 ലക്ഷം രൂപ പദ്ധതി കൊടുത്തു. അപ്പൊ അങ്ങനെ പോയി. അത് ചെയ്യാൻ അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് വീട് വെക്കാൻ നിർഗതിയില്ലാത്തവർക്ക് ഈ ഫ്ലാറ്റ് മരിക്കുക. സത്യത്തിൽ ഒരുപാട് ആൾക്കാര് കടൽ തീരത്ത് കിടന്നാലാണ് ഏതെങ്കിലും പണി ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവിടെ കൊണ്ട് ഈ നേരെ പണിയുള്ളതോ ഇല്ലാത്തതോ നമുക്കറിയാം. ഇവിടെ നിൽക്കുന്ന നേരെ ഇവർ മീനൊക്കെ പൊങ്ങി വരുന്ന കാണുമ്പോഴാണ് ഇവർ ഉടനെ ഏക്കറിറക്കിയിട്ട് അങ്ങനെ പോണത്. ഇത് അങ്ങാകുമ്പോഴത്തേക്കും അവർക്കും ഒന്നും കാണത്തുമില്ല. പിന്നെ ഏതെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഓടി വരുമ്പോഴത്തേക്കും മീനും
പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ പട്ടണത്ത് ഹാർബർ വന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. പട്ടണത്ത് ഹാർബർ വരികയും അതിൻ്റെ ഭാഗമായി ഒരു കുറച്ച് നാളുകൾക്കകത്ത് തന്നെ ഈ പട്ടണം മുതൽ ഈ നീരോടി വരെ വരുന്ന ഈ തമിഴ്നാട് ദേശങ്ങളിലെല്ലാം അവർ പുലിമുട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി ആ പുലിമുട്ടിൻ്റെ ആ ഒരു പ്രശ്നമായിട്ട് തന്നെ നമുക്കെന്ത് പറ്റി, ഇവിടെ നമ്മുടെ തീരശോഷണം വലിയ രീതിക്ക് തന്നെ ഇവിടെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 7 വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു ഹാർബറിൻ്റെ പദ്ധതികളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ കടൽ ഭിത്തിയെക്കുറിച്ചുമൊക്കെ നമ്മൾ നിരന്തരം സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതൊന്നും തന്നെ നമുക്ക് ഇവിടെ യാഥാർത്ഥ്യമാവുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നില്ല കാര്യങ്ങളൊന്നും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിലവിലെ സ്ഥിതിക്ക് അനുസരിച്ച്, അതായത് ഞങ്ങൾ അത്യാവശ്യം ഈ ഓരോ സർക്കാർ ഓഫീസുകളിൽ കയറി മടുത്ത് ഹാർബർ ഇനി എന്ന് വരും എന്നൊന്നും യാതൊരുവിധ അറിവുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട പുലിമുട്ട് സ്ഥാപിക്കുക എന്നതാണ്. ഓട്ടോമാറ്റിക്കലി ആ ഒരു പുലിമുട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താവും, ഈ മുമ്പുണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഏറ്റിനങ്ങൾ വയ്ക്കാനും ഈ ഏറ്റിനങ്ങൾ ജോലിക്കൊക്കെ പോകാനും ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ളൊരു സംവിധാനം എത്രയും പെട്ടെന്ന് ആ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട പുലിമുട്ട് സ്ഥാപിക്കുക എന്നതാണ്. കന്യാകുമാരി ജില്ലയിൽ തന്നെ ഈ തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഈ പൊഴിയൂരിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ തെക്കോട്ട് മാറിയ തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം ഉണ്ടാക്കി. ഈ മത്സ്യബന്ധന തുറമുഖം വിഴിഞ്ഞത്തിൻ്റെ അതേ രൂപത്തിലാണ്. പുതിയ പുലിമുട്ട്, വലിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ വാണിജ്യ തുറമുഖത്തിൻ്റെ അതേ മാതൃക, ഒറ്റ പുലിമുട്ടാണ് അവിടെ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ നിർമ്മിച്ച അവിടെ പണി തുടങ്ങിയപ്പോൾ തന്നെ അതിന് വടക്കുള്ള മേഖലയിൽ വൻതോതിൽ തീരശോഷണം ഉണ്ടായി, തീരെ നഷ്ടപ്പെടാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഈ പുലിമുട്ടിനകത്തേക്ക് വെള്ളം കയറി തുറമുഖം പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത, നമ്മുടെ മുതലപ്പൊഴിയുടേതായ ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ പൊഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തീരശോഷണം കൂടി. ഇതിന് വടക്കുള്ള മേഖലയിലാണ്, പുലിമുട്ടിൻ്റെ വടക്കൽ മേഖലയിലാണ്. എല്ലായിടത്തും ഇവിടെ തിരുവനന്തപുരത്ത് പരിശോധിച്ചാൽ പുലിമുട്ട് നിർമ്മിക്കുന്നതിൻ്റെ വടക്കുള്ള തീരമാണ് ഇല്ലാതാകുന്നത്. വിഴിഞ്ഞത്തിന് വടക്ക് പൂന്തുറ, വലിയതുറ, ശംഖുമുഖം. ഇപ്പോൾ മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മിച്ച ശേഷം വടക്ക് താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി ഈ സ്ഥലങ്ങളിലൊക്കെ തീരം പോയി. അതേസമയം തൊട്ട് തെക്ക് പെരുമാതുറയിൽ പുതിയ തീരം വെക്കുകയും ചെയ്തു. ഈ പ്രതിഭാസം എല്ലായിടത്തും ഉണ്ട്. ഇതേ പ്രതിഭാസം ഈ തേങ്ങാപ്പട്ടണത്ത് ഈ ഹാർബർ നിർമ്മിച്ചപ്പോൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി തുടങ്ങിയ ശേഷം നിർമ്മാണം, ഇത് പിന്നെ 90കളിലാണ് ഈ നിർമ്മാണം ആരംഭിച്ചത്. 2000 ആണ്ടിലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഏകദേശം കാര്യമായി നിർമ്മാണം നടന്നു. അപ്പോൾ അങ്ങനെ നിർമ്മിച്ച് വൻതോതിൽ കര നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ കടലോരത്ത് കൂടി ഒരു റോഡുണ്ടായിരുന്നു. അപ്പോൾ ആ റോഡ് പോലും തകർന്നു പോയി. ഈ കടലേറ്റത്തിൽ നിരവധി വീടുകൾ, 100 കണക്കിന് വീടുകൾ പോയി. അപ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകിച്ച് തീരം കുറവായിരുന്ന മേഖലകളിൽ, തീരത്തിൻ്റെ വീതി കുറവായിരുന്ന മേഖലകളിൽ തീരശോഷണം വൻതോതിൽ ഗുരുതരമായി ബാധിച്ചു. ഇത് ഇങ്ങനെയൊരു, പക്ഷെ അപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ അവർ അവിടെയും ചെയ്തത് കടൽ ഭിത്തി നിർമ്മിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെയും പൂന്തുറയും ഒക്കെ നിർമ്മിച്ചത് കടൽ ഭിത്തികളാണ്. അപ്പോൾ അതുപോലെ അവിടെ കടൽ ഭിത്തികൾ നിർമ്മിച്ചു. ഈ കടൽ ഭിത്തികൾ, അവിടെ കാര്യമായ കടൽ ഭിത്തികൾ ഈ പിന്നെ തേങ്ങാപ്പട്ടണത്തിന് വടക്ക് വശത്ത് നിർമ്മിച്ച ശേഷം താൽക്കാലികമായി ആ നിർമ്മിക്കുന്ന കടൽ ഭിത്തി ഉണ്ടാക്കുന്ന സ്ഥലത്തൊരു അല്പശമനം ഉണ്ടാകും. പക്ഷേ കടൽ ഭിത്തി ഇല്ലാത്ത അതിന് തൊട്ട് വടക്കുള്ള മേഖലയിൽ കൂടുതൽ ഗുരുതരമായ തീരശോഷണം സംഭവിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കടൽ ഭിത്തി നിർമ്മിച്ച് തമിഴ്നാടിൻ്റെ കേരള അതിർത്തി വരെ അവർ കാര്യമായി നിർമ്മിച്ചു. പക്ഷേ ഈ കടൽ ഭിത്തി നിർമ്മിച്ച ശേഷവും പ്രശ്നം ഗുരുതരമായി. കടൽ ഭിത്തിയുടെ മുകളിലൂടെ കടൽ തിരമാലകൾ അടിച്ച് കയറി വീടുകൾ നശിക്കുന്ന സ്ഥിതിയൊക്കെ ഈ വള്ളവള ഭാഗത്ത് കൂടുതൽ ഗുരുതരമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡുകളൊക്കെ തകർന്നു.
അപ്പോൾ അവിടെ ഈ ആളില്ലാത്തൊരു വലിയ പ്രദേശമുണ്ട്, ഇടപ്പാടെന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ വൻതോതിൽ കര നഷ്ടപ്പെട്ടു. ഇങ്ങനെ സംഭവിച്ച ശേഷം ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് തമിഴ്നാട് പുതിയൊരു നിർമ്മാണം കൂടി അവിടെ നടത്തി. കടൽ ഭിത്തി മാത്രമല്ല, കടൽ ഭിത്തിയിൽ നിന്നും കടലിലേക്ക് ലംബമായി. ഇപ്പോൾ കടൽ ഭിത്തി നിർമ്മിക്കുന്നത് തീരത്ത് പാരലായിട്ടാണ്. പക്ഷേ ഈ ഗ്രോയിനുകളെന്ന് പറയുന്നത് ലംബമായിട്ടാണ്. ഈ കടൽ ഭിത്തിയോട് ചേർന്ന് തന്നെ കടലിലേക്കൊരു ചെറിയ അപ്പോൾ അവിടെ അതിന് ഇവിടെ നമ്മൾ ചെറിയ പുലിമുട്ടെന്നാണ് പറയുന്നത്. അവിടെ തമിഴിൽ അവർ തുണ്ടുമുനൈ എന്നാണ് പറയുന്നത്. ഈ തുണ്ടുമുനൈകൾ ഇങ്ങനെ നിരവധി നിർമ്മിക്കാൻ തുടങ്ങി. മാത്രമല്ല ഈ കടൽ ഭിത്തിയോടൊപ്പം കടൽ ഭിത്തിയെ ബലപ്പെടുത്താനെന്നോണം വലിയ ഈ ടെട്രോപോഡുകൾ നിർമ്മിച്ച് ഈ കടൽ ഭിത്തികൾക്ക് മുകളിൽ സ്ഥാപിച്ചു. ഇപ്പം നമ്മുടെ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖം നമ്മൾ പോയാൽ നോക്കിയാൽ കാണും. അവിടെ ഈ പുലിമുട്ട് താഴ്ന്നു പോകുന്നതിനെ തടയാനായിട്ട്, അല്ലെങ്കിൽ കടലടി തടയാനായിട്ട് ഈ പുലിമുട്ടുകളുടെ മുകളിൽ ടെട്രോപാഡുകൾ പാകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഴിഞ്ഞ വാണിജ്യ തുറമുഖത്തിലും ടെട്രോപാഡുകൾ പാകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ശക്തമായ രീതിയിൽ കടലിൻ്റെ സ്വാഭാവികമായ തിരയടിയെയും കടലിൻ്റെ ഒഴുക്കിനെയും നീക്കങ്ങളെയും തടയാനായിട്ട്, മണൽ വിന്യാസങ്ങളെയൊക്കെ തടയാനായിട്ട് ഇത്തരത്തിൽ അതിശക്തമായ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചു. ഇങ്ങനെ ഈ ടെട്രോപോഡുകളും അതോടൊപ്പം ഈ തുണ്ടുമുനൈകളും ഈ ചെറിയ ഗ്രോയിനുകളും നിർമ്മിച്ച ശേഷം ആണ് ഈ പൊഴിയൂരിലെ കൊല്ലങ്കോട് ഭാഗത്ത് ശക്തമായിട്ടുള്ള തീരശോഷണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇത്രയേറെ രൂക്ഷമാകാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇതൊരു അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനം യഥാർത്ഥത്തിൽ ആ തേങ്ങാപട്ടണത്തെ ആ നിർമ്മാണമാണ്, ഹാർബർ നിർമ്മാണമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതത്തെ നേരിടാൻ നമ്മൾ കൂടുതൽ വീണ്ടും കൂടുതൽ നിർമ്മിതികളാണ് നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞ് ഞാനീ പറയുന്നത് ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇക്കാര്യം ഈ തീരസംരക്ഷണത്തെക്കുറിച്ച്, ഇന്ത്യയിലെ തീരസംരക്ഷണത്തെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലുള്ള പഠന കമ്മീഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഈ തീരശോഷണം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിനെ ഒഴിവാക്കാൻ എന്താ മാർഗം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തീരം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കരുത്. പ്രതിരോധം ഉണ്ടാക്കിയാൽ അവിടെ ഈ തിരമാലകൾ വന്ന് അടിക്കുന്നതിൻ്റെ ശക്തി കൂടും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് സമീപ തീരങ്ങളിൽ തീരശോഷണം ഗുരുതരമാകും. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എഴുതി വച്ചിട്ടുണ്ട് റിപ്പോർട്ട്. അപ്പം അതുകൊണ്ട് അത് ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് ചെയ്യാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സമീപത്ത് തീരം നഷ്ടപ്പെടുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ കൂടി നടപ്പാക്കിക്കൊണ്ട് മാത്രമേ ഈ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം എന്തെങ്കിലും സ്ഥാപിക്കാവൂ, അത്യാവശ്യമാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രീയമായ ഈ നിഗമനങ്ങളും പഠനങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും ഇതൊന്നും വായിക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ചെയ്യില്ല. മറിച്ച് ജനങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള പെട്ടെന്നുള്ള വൈകാരികമായ എതിർപ്പും ഒക്കെ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ഒഴുക്കിൻ്റെ ഒപ്പം നീന്തുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ജനം പറയുകയാണ് ഇവിടെ കടൽ ഭിത്തി നിർമ്മിക്കണം. ശരി, കടൽ ഭിത്തി നിർമ്മിക്കുമ്പോഴും നമുക്കറിയാം ഈ കടൽ ഭിത്തി താഴ്ന്നു പോകും. അതൊരു ശാശ്വത പരിഹാരമല്ല. മാത്രമല്ല അതിൻ്റെ സമീപ തീരങ്ങളിൽ തീരശോഷണം കൂടും. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, ശാസ്ത്രജ്ഞർ എഴുതിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തമിഴ്നാടുകാർ അവരുടെ സ്ഥലത്ത് ചെയ്തു. അപ്പോൾ അവരുടെ സ്ഥലത്ത് ഈ വളരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ തീരം മുഴുവൻ ഇങ്ങനെ ചെയ്തത്.
അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പൊഴിയൂരിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ അവിടെ ചെയ്തത് കൊണ്ട് എന്താ പ്രയോജനമെന്ന് ചോദിച്ചാൽ, ആ നാട്ടിൽ തൽക്കാലത്തേക്ക്, അത് ഞാനും പറയും തൽക്കാലത്തേക്ക് എന്താ പറയത്തുള്ളൂ, തൽക്കാലത്തേക്ക് ഒരു ശമനം ഉണ്ടാക്കി, തീരം നഷ്ടപ്പെടാതെ. ഈ ശമനം ഉണ്ടാക്കിയപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് സംഭവിച്ച മറ്റു വലിയ ദോഷങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ തേങ്ങാപ്പട്ടണത്തിന് വടക്കോട്ടുള്ള മേഖലയിൽ മുഴുവൻ ബീച്ചസ് ഇല്ലാതായി. ഇപ്പോൾ പൊഴിയൂരിലും ബീച്ചില്ലാതായതുപോലെ അവിടെയും ബീച്ചില്ലാതായി. അവിടെ ഇപ്പോൾ പൂന്തറ നമ്മൾ ചെന്ന് നോക്കിയാൽ അവിടെ ബീച്ചില്ല. കടൽ നേരെ എല്ലാ സമയത്തും ഈ കടൽ ഭിത്തിയിൽ വന്ന് അടിക്കുക. ബീച്ചില്ലാതായാലുള്ള പ്രശ്നം എന്താ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലായാലും കന്യാകുമാരി ജില്ലയിലായാലും ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന ഉപകരണങ്ങളെന്ന് പറയുന്നത് ബീച്ച് ലാൻഡിങ് ക്രാഫ്റ്റ്സാണ്. ഹാർബറിൻ്റെ ആവശ്യമില്ല. തീരത്ത് വന്നണയാനും തീരത്ത് നിന്ന് കടലിലേക്ക് പോകാനും ബീച്ച് അത്യാവശ്യമാണ്. മണലുണ്ടെങ്കിലേ പറ്റൂ, ബീച്ചുണ്ടെങ്കിലേ പറ്റൂ. പക്ഷെ നമ്മുടെ ബീച്ചുകൾ എന്നേക്കുമായി ഈ സ്ഥലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു. ഇതൊരു വലിയ നഷ്ടമാണ്. പക്ഷേ അതേസമയം തൽക്കാലത്തേക്ക് കൂടുതൽ സ്ഥലം അവിടെ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം വടക്കോട്ട് സംഭവിച്ചു. അപ്പോൾ വടക്കോട്ട് സംഭവിക്കുമ്പോൾ അങ്ങനെ പൊഴിയൂരിൽ പോയി. അപ്പോൾ പൊഴിയൂർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താ? 2-3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആളുകൾ. ഒന്ന്, അവർ പറഞ്ഞൊരു ഹാർബർ വേണം, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹാർബർ എന്ന് പറഞ്ഞാൽ പുതിയ തേങ്ങാപ്പട്ടണത്ത് എന്താണോ ചെയ്തത് അതേ തെറ്റ് ഇവിടെ ആവർത്തിക്കുക. 1. 2, അവർ പറയുന്നത് തമിഴ്നാടുകാർ ചെയ്തതുപോലെ വലിയ ശക്തമായിട്ടുള്ള, കൂടുതൽ ശക്തമായ ഈ പുലിമുട്ടും ഈ തമിഴ്നാടുകാർ വലിയ ടെട്രോപോഡുകൾ ഉപയോഗിക്കുന്നു, വലിയ കൂറ്റൻ കടൽ ഭിത്തികൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. അതുപോലെ അവിടെ ചെയ്യണമെന്നാണ്. പക്ഷെ അതുപോലെ അവിടെ ചെയ്താൽ ഇവിടെയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബീച്ച് പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ഇപ്പോഴുള്ള ഇപ്പം ബീച്ച് പോയി എന്നുള്ളത് കൂടുതൽ വസ്തുതയായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ച് ഇല്ലാതാകുമ്പോൾ അവിടെയുള്ളവർക്ക് മീൻപിടുത്തം അസാധ്യമാകും. ഈ പൊഴിയൂരിലേക്ക് വരികയാണെങ്കിൽ, പൊഴിയൂരിലേക്ക് എന്താ പ്രതിവിധി? ഇതിനൊന്നും ഒരു സ്ഥായിയായ പ്രതിവിധിയില്ല. സ്ഥായിയായെന്ന് പറയുമ്പം ഇത് കാരണം കണ്ടെത്തി. ഇപ്പോൾ സ്വാമിനാഥൻ തന്നെ പറയുന്നത് എന്താ, ഇങ്ങനെ ഗുരുതരമാകുന്ന തീരശോഷണം കുറഞ്ഞാൽ ഇതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം അദ്ദേഹം പറയുന്നത്, നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കാതെ, പ്രത്യേകിച്ച് കടുത്ത പ്രതിരോധം ഒന്നും സൃഷ്ടിക്കാതെ നമ്മൾ പുറകോട്ട് മാറുക. കാരണം കടലിന് എവിടെയെങ്കിലും വന്നേ പറ്റൂ. ഇപ്പോൾ കടലിൽ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം കടലിനെ നമ്മൾ ചെറുത്താൽ, നമ്മൾ ശക്തമായിട്ടുള്ള നിർമ്മിതികൾ വെച്ചാൽ കടൽ വേറൊരു സ്ഥലത്ത് കടൽ പോയേ പറ്റൂ. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഈ കടലാക്രമണം എന്ന് പറഞ്ഞ് കടലിനെ ആക്രമണകാരിയായിട്ട് ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുറകോട്ട് മാറുക എന്നുള്ളതാണ് ഒരു പ്രധാന പോംവഴി. റിട്രീറ്റ്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കതാണ്, വി റിട്രീറ്റ്. അല്ലാതെ നമ്മൾ കയറി ഒഫൻസീവ് ആകരുത്. പിന്നെ ഇത്തരം മേഖലകളിൽ ഈ കടലേറ്റം ഉണ്ടാകാനുള്ള കാരണങ്ങൾ സൃഷ്ടിക്കുന്ന നിർമ്മിതികൾ പരമാവധി കുറയ്ക്കുക. അദ്ദേഹം പറയുന്നത് നിർമ്മിതികൾ പരമാവധി കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ ഉള്ള സ്ഥലങ്ങളെ കൂടുതൽ ശേഷിയുള്ളതാക്കുക. ഈ നിർമ്മിതികൾ ഇതിനകം വന്നു കഴിഞ്ഞ സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുക, പുതിയ നിർമ്മിതികൾ കുറയ്ക്കുക. ഈ കടലേറ്റമുള്ള മേഖലകളിൽ ഒരു കാരണവശാലും നിർമ്മിതികൾ അനുവദിക്കാതിരിക്കുക. അതായത് ഇറോഡിങ് സ്ട്രെച്ചസ് ഓഫ് കോസ്റ്റ്, ഇതാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോസ്റ്റുകളിൽ പോർട്ടുകൾ നിർമ്മിക്കാൻ പാടില്ല. കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട് ഈസ് എ പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റി. പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റിൽ പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇറോഡിങ് സ്ട്രെച്ചസ് ഓഫ് കോസ്റ്റിൽ പോർട്ട് ഈസ് എ പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റി. പോർട്ട് നിർമ്മിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, ഇറോഡിങ് സ്ട്രെച്ചസ് ഓഫ് കോസ്റ്റ് ആണോ അല്ലയോ എന്ന് ആരെങ്കിലും തീരുമാനിക്കണ്ടേ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പൊഴിയൂരിലേക്ക് വന്നാൽ വീണ്ടും ഇവിടെ ഒരു തുറമുഖം നിർമ്മിക്കുന്നത് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ.
അവിടെ ബീച്ച് നിലനിർത്താൻ എന്താ മാർഗം എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം അവിടുത്തെ മീൻപിടുത്തക്കാർ മുഴുവൻ ഉപയോഗിക്കുന്നത് ഒരു ഹാർബർ, മുതലപ്പുഴയിൽ ഹാർബർ ഉണ്ടാക്കിയപ്പം ഒരു ഹാർബർ എന്ന് പറയുമ്പോൾ ബീച്ച് ലൈറ്റിംഗ് ക്രാഫ്റ്റ്സ് അല്ല ഉപയോഗിക്കേണ്ട ഹാർബർ അല്ല ഇവർക്ക് വേണ്ടത്. വിഴിഞ്ഞത്തെ ഫിഷിംഗ് ഹാർബർ നോക്കുക. വിഴിഞ്ഞത്തെ ഫിഷിംഗ് ഹാർബറിലെ വള്ളങ്ങൾ മുഴുവൻ ബീച്ചിൽ വന്ന് കയറാവുന്ന വള്ളങ്ങളാണ്, അല്ലാതെ ഒരു ഹാർബർ വേണമെന്നില്ല. പക്ഷേ കൊല്ലം നീണ്ടകര കൊച്ചി ഹാർബറിലെ ട്രോളറുകൾക്ക് അതല്ല, ട്രോളറുകളുടെ ഇൻബോർഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആര് ഇൻബോർഡ് എഞ്ചിനുകളുള്ള ബോട്ടുകൾ ഉപയോഗിക്കില്ല, പൊഴിയൂരിലെ ആളുകൾ പോലും ഉപയോഗിക്കുന്നില്ല. ആ ആളുകൾ എന്തിനാണ് ഈ ഒരു ഹാർബർ വേണമെന്ന് പറയുന്നത്? നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ബീച്ചല്ലേ വേണ്ടത്. ഈ ഹാർബർ അവർക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് പോലും പരിശോധിക്കാതെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഹാർബർ എന്ന് പറയുമ്പോൾ നമുക്ക് ബെർത്ത് ഉണ്ടാവും, ഈ വലിയ ബോട്ടുകൾ വരേണ്ടി വരും. അപ്പോൾ ഈ മുതലപ്പുഴയിൽ തന്നെ സംഭവിച്ചത് എന്താണ്? വലിയ ബോട്ടുകൾ ഇപ്പം അവിടെ വലിയ സംഘർഷം ഉണ്ടായി. ഈ കൊല്ലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ഇൻബോർഡ് ഉള്ള പെഴ്സീൻ വള്ളങ്ങൾ വന്നിട്ട് നാട്ടുകാരുമായിട്ട് സംഘർഷമായി. നാളെ ഒരുപക്ഷെ പൊഴിയൂരിലും ഒരു തുറമുഖം നിർമ്മിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. അവർക്ക് ആവശ്യമില്ലാത്ത എന്നാൽ അങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ പണം ലാഭം ഉണ്ടാക്കാനായിട്ട് ചില ആളുകൾ ചിലപ്പോൾ അതും കൊണ്ടുവരും. കാരണം ഹാർബർ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ട്രോളറാകാം, ഒരു പെഴ്സീൻ ബോട്ടാകാം എന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയ്ക്ക് ഒട്ടും ആശാസ്യമല്ലാത്ത മത്സ്യബന്ധനമാണ്. അല്ലെങ്കിൽ നിലവിലുള്ള മത്സ്യബന്ധനത്തെ ആകെ അപ്പാടെ തകിടം മറിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബീച്ച് ഇല്ലാതായതിന് കാരണമോ ബീച്ച് പുനഃസൃഷ്ടിക്കാനുള്ള മാർഗം എന്തെന്നോ അന്വേഷിക്കാതെ എളുപ്പവഴി ഒരു ഹാർബർ എന്നങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഹാർബർ കൊണ്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, പ്രത്യാഘാതങ്ങൾ, കൂടുതൽ പുതിയ തീരങ്ങൾ നഷ്ടപ്പെടുന്നത്, ഈ വസ്തുതകൾ നമ്മൾ മറച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ മത്സ്യസമ്പത്തിൻ്റെ തകർച്ച, ഇതിനെല്ലാം ഈ പുതിയ ഹാർബർ ഇപ്പോൾ ഹാർബർ കൊണ്ടുവരുമ്പോൾ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം? ഒരു പുതിയ ഹാർബർ വന്നാൽ കേരളത്തിലെ മത്സ്യ ഉൽപ്പാദനം ഇത്ര ലക്ഷം ടൺ കൂടി മീനവിടെ പിടിക്കും. പക്ഷെ കടലിൽ മീൻ വേണ്ടേ? മീനിനേക്കാൾ പിടിക്കാവുന്നതിനേക്കാൾ കൂടുതൽ പിടിക്കുന്നുവെന്ന് സർക്കാർ തന്നെ പറയുകയാണ്. പക്ഷെ എന്നിട്ട് പറയും ഹാർബറിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ എപ്പോഴും അംഗീകരിക്കുന്നത് എങ്ങനെ? ഇത് വന്നു കഴിഞ്ഞാൽ മത്സ്യ ഉൽപ്പാദനം കൂടും. എങ്ങനെ കൂടാനാണ്? ഇല്ലാത്ത മത്സ്യം എവിടെ നിന്ന് കൊണ്ടുവരാൻ? അപ്പോൾ വേറൊരുത്തൻ്റെ മത്സ്യത്തെ കവർന്നെടുക്കാൻ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമെന്നല്ലാതെ പുതുതായി മത്സ്യ ഉൽപ്പാദനമൊന്നും ഇതുകൊണ്ട് കൂടാനും പോകുന്നില്ല. പൊഴിയൂർ ഭാഗത്തേക്കുള്ള എൻ്റെ ഒരു നിർദ്ദേശം, അവിടെ ഇപ്പോഴും ആ മേഖലയിൽ പൂവാർ മുതൽ പൊഴിയൂർ കൊല്ലങ്കോട് മേഖലകളിൽ ഉള്ളിലേക്ക് ഇപ്പോഴും കര പ്രദേശങ്ങൾ, ജനവാസമില്ലാത്ത മേഖലകളുണ്ട്. ജനങ്ങളെ നല്ല രീതിയിൽ മാറ്റി പാർപ്പിക്കലാണ് ഒരു പ്രധാന പോംവഴി. നമ്മൾ പുറകോട്ട് മാറാൻ അവിടെ വഴിയുണ്ട്. ഇപ്പോൾ പൂന്തുറ പോലുള്ള സ്ഥലത്തൊന്നും പുറകോട്ട് മാറാൻ സ്ഥലമില്ല. പക്ഷെ പൊഴിയൂരിൻ്റെ സ്ഥിതി അതല്ല. പക്ഷെ അവിടെ എന്താ പൂവാറിലൊക്കെ അവിടെ റിസോർട്ടുകളൊക്കെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ വേറെ സാമ്പത്തിക ശക്തികൾ ഈ കരപ്രദേശം കൈയടക്കുകയാണ്. അതിൻ്റെ ബാധ്യത അത് ഈ തെറ്റായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനാണ് ബാധ്യത, അല്ല ജനങ്ങളുടെ അല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ പലയിടത്തും ജനങ്ങൾ തന്നെ സ്വന്തം വീട് നഷ്ടപ്പെട്ടാൽ അവൻ തന്നെ ഉള്ളതും പോയി പുതിയതായി കടം മേടിച്ച് വേറെ വീട് വെക്കേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥയല്ല പൊഴിയൂരുണ്ടാകേണ്ടത്. അതാണ് പരിഹാരം. ബീച്ച് ഉണ്ടായിരുന്നാൽ അവിടുത്തെ മീൻപിടുത്തവും തുടരാൻ കഴിയും. അല്ല ഹാർബർ ഒരു പരിഹാരമായി ഞാൻ കാണുന്നില്ല.